പട്ടിണിക്കാരനായിരുന്ന നമ്മുടെ നരേന്ദ്രമോദി 90കളുടെ തുടക്കത്തിൽ തന്നെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്, പര്യടനം നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ തെളിവുകൾ പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസിന്റെ മുമ്പിൽ നിൽക്കുന്ന ചിത്രം, പാരീസിൽ ഈഫൽ ഗോപുരത്തിന് മുമ്പിൽ നിൽക്കുന്നതിന്റെ ചിത്രം, അങ്ങനെ പല വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ചതിന്റെ തെളിവായിട്ടുള്ള ചിത്രങ്ങൾ ഇപ്പൊ നമുക്ക് കിട്ടുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. ഏത് ദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹം, എന്ത് പട്ടിണിക്കാരനായിരുന്നു. മോദി എന്താണ് സോണിയാഗാന്ധിയെ പറ്റി പറഞ്ഞത്? ഒരു ജേഴ്സി പശു എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി. കോൺഗ്രസിലെ വിധവ, ഈ ഒരാൾ വിധവയാവുന്നത് അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെടുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ, അത് പല കാരണങ്ങൾ കൊണ്ടാവാം. എങ്ങനെയാണ് സോണിയാഗാന്ധി വിധവയായത് എന്നുള്ളത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞെന്താ? സങ്കര സന്തതി എന്ന്. സോണിയാഗാന്ധി ഇറ്റലിക്കാരിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ ഇന്ത്യക്കാരനാണ്, നെഹ്റു കുടുംബത്തിലെ ആളാണ്. എന്നിട്ടും പറയുകയാണ് സങ്കര സന്തതി എന്ന്. പല വ്യക്തികളെയും ഇതുപോലെ മോശമായ രീതിയിൽ സംബോധന ചെയ്ത് ചരിത്രമുള്ള മോദിയാണ്. ബീഹാറിലെ ഏതോ ഒരു സ്ഥലത്ത് ഒരു റാലി കഴിഞ്ഞതിന് ശേഷം ആരോ എന്തോ അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ മാതാവിനെ പറ്റിയും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നെഞ്ചത്തടിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നത്. എന്റെ അമ്മയെ കോൺഗ്രസിന്റെയും RJDയുടെയും വേദിയിൽ ആരും അവമാനിച്ചിരിക്കുന്നു. എന്റെ അമ്മയ്ക്കുണ്ടായ അവമാനം എന്നെ സംബന്ധിച്ചോളം വളരെ വേദനാജനകമാണ്. അമ്മ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ ആത്മാഭിമാനത്തിന്റെ ചിഹ്നമാണ്. ആ മാതൃഭാവത്തിനാണ് ഇപ്പോൾ വലിയ പരിക്കേറ്റിരിക്കുന്നത്, അവമാനിക്കപ്പെട്ടിരിക്കുന്നത്. എന്റെ അമ്മയ്ക്ക് സംഭവിച്ച അവമാനം എന്റെ അമ്മയ്ക്ക് മാത്രം ഉണ്ടായതല്ല, ബീഹാറിലെ അമ്മമാർക്ക്, സഹോദരിമാർക്ക്, പെൺമക്കൾക്ക്, ഇവർക്കെല്ലാം നേരിട്ട ഒരു അവമാനമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വികാരപരമായ പ്രസംഗം. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വളരെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലാണ് ഞങ്ങളെ വളർത്തിയത് എന്ന്. അതും കൂടെ അദ്ദേഹം ഈ പ്രസംഗത്തിനോടൊപ്പം ചേർത്ത് വയ്ക്കുകയുണ്ടായി. ഇത്തരം കാര്യങ്ങളിൽ മോദിയെ കഴിഞ്ഞിട്ടേ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരാളുള്ളൂ കേട്ടോ. ഇത്തരത്തിലുള്ള വളരെ വൈകാരികമായ വിഷയങ്ങൾ അതിവൈകാരികതയോടുകൂടി അവതരിപ്പിക്കാനും അത് ജനങ്ങളുടെ ഇടയിൽ ഇമ്പാക്ട് ഉണ്ടാക്കത്തക്ക രീതിയിലും കൈകാര്യം ചെയ്യാൻ മോദി കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ. അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് നിർവഹിക്കുകയും ചെയ്തു. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഏറ്റവും നന്നായിട്ട് കച്ചവടം നടക്കുന്ന രണ്ട് ചരക്കുകളാണ്. ഒന്ന് ദാരിദ്ര്യം, രണ്ടാമത്തേത് അമ്മയോടുള്ള, നമ്മുടെയൊക്കെ അമ്മമാരോടുള്ള നമ്മുടെ ബന്ധം. അത് വികാരപരമായിട്ട് കൈകാര്യം ചെയ്താൽ പ്രയോജനം ഉണ്ടാവും. ഈ ദാരിദ്ര്യത്തെക്കുറിച്ച് നേരത്തെയും മോദി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചായ കച്ചവടം നടത്തിയിരുന്ന കഥ, അതുപോലെ അദ്ദേഹം വാഷ്റൂം കഴുകുന്നതിന്റെ ചിത്രങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ദാരിദ്ര്യത്തിൽ വളർന്ന ഒരാളായിട്ടാണ് അദ്ദേഹം സ്വയം ജനങ്ങളുടെ മുമ്പിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ വളരെ ദരിദ്രനായി ജീവിച്ച, അല്ലെങ്കിൽ പട്ടിണിക്കാരനായിരുന്ന നമ്മുടെ നരേന്ദ്രമോദി 90കളുടെ തുടക്കത്തിൽ തന്നെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്, പര്യടനം നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ തെളിവുകൾ പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസിന്റെ മുമ്പിൽ നിൽക്കുന്ന ചിത്രം, പാരീസിൽ ഈഫൽ ഗോപുരത്തിന് മുമ്പിൽ നിൽക്കുന്നതിന്റെ ചിത്രം, അങ്ങനെ പല വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ചതിന്റെ തെളിവായിട്ടുള്ള ചിത്രങ്ങൾ ഇപ്പൊ നമുക്ക് കിട്ടുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. ഏത് ദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹം, എന്ത് പട്ടിണിക്കാരനായിരുന്നു. ഇതൊക്കെ അദ്ദേഹം വൈകാരികമായിട്ട് ഉപയോഗിക്കുന്ന ചില പൊടിക്കൈകളാ, സാധാരണ ജനങ്ങളെ ആകർഷിക്കാൻ നടത്തുന്ന ചില ശ്രമങ്ങള്. അതുപോലെയാണ് ഇപ്പോൾ ഈ ദർഭംഗയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന, നടന്നിട്ടുണ്ടെങ്കിൽ നിർഭാഗ്യകരമായ ഈ സംഭവത്തെ അദ്ദേഹം വലിയ തോതിൽ കൈകാര്യം ചെയ്യുന്നത്. ഈ ചരിത്രം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഭവം കേട്ടോ. അതിന്റെ ഈ താളുകളില് നമുക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ധാരാളം കഥകളും ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ അങ്ങനെ ഉറങ്ങിക്കിടക്കുകയാ. ഈ ദർഭംഗയിലെ ഈ റാലിയിൽ ആരോ എന്തോ പറഞ്ഞതിനെ കുറിച്ച് വളരെ വികാരപരമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം കുറെ കാലം മുമ്പ് കോൺഗ്രസിന്റെ നേതാവ് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മമതാ ബാനർജി ഇവരെ കുറിച്ചൊക്കെ നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹം മറന്നുപോയി. അദ്ദേഹത്തിന്റെ രീതി അത് കേട്ടോ, എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എനിക്കിങ്ങനൊക്കെ പറയാം, BJPക്കാർക്ക്, സംഘപരിവാറിന് ആരെയും എങ്ങനെയും ആക്ഷേപിക്കാം. നെഹ്റുവിനെ ആക്ഷേപിക്കാം, ഇന്ദിരാഗാന്ധി ആക്ഷേപിക്കാം, സോണിയാഗാന്ധിയെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാം. അതിനൊക്കെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞങ്ങളുടെ നേതാക്കളെ കുറിച്ച് നിങ്ങളാരും ഒന്നും പറയാൻ പാടില്ല. ഇതാണ് പണ്ട് മുതലേ BJPക്കാരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. പഴയ കഥകൾ ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തു വരിക. തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ തീപ്പൊരി നേതാവ് എന്ന് തന്നെ പറയണം, മഹുവ മൊയ്ത്ര. പലരും
വിസ്മരിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് BJP-ക്കാരും മോദിയും ഒക്കെ ഓർക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ പഴയകാല സംഭവങ്ങളൊക്കെ ഇപ്പൊ പുറത്തോട്ട് തോണ്ടിയിട്ടു. അവർ എക്സില്, അതായത് പഴയ ട്വിറ്ററിൽ ഇതിന്റെ വിശദാംശങ്ങളൊക്കെ കുറിച്ചു. മോദി എന്താണ് സോണിയാഗാന്ധിയെ പറ്റി പറഞ്ഞത്? ഒരു ജേഴ്സി പശു എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ കുറിച്ച്, UPA-യുടെ ചെയർപേഴ്സണെ കുറിച്ച് മോദി പറഞ്ഞത് ഒരു ജേഴ്സി പശു എന്നാണ്. പണ്ട് LK അദ്വാനി നടത്തിയ ഭാരത് ഉദയ യാത്ര എന്ന് പറയുന്ന ഒരു യാത്രാ പരിപാടിക്കിടയിലാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചത്. പിന്നീട് രാജസ്ഥാനിലെ ഒരു പരിപാടിയിൽ കോൺഗ്രസിലെ വിധവ, ഈ ഒരാൾ വിധവയാവുന്നത് അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെടുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ, അത് പല കാരണങ്ങൾ കൊണ്ടാവാം. എങ്ങനെയാണ് സോണിയാഗാന്ധി വിധവയായത് എന്നുള്ളത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. രാജ്യത്തിന് വേണ്ടി ബലിദാനം നടത്തുകയായിരുന്നു രാജീവ് ഗാന്ധി. അങ്ങനെയാണ് സോണിയാഗാന്ധി വിധവയായി പോയത്. അപ്പൊ അവർക്ക് സംഭവിച്ചൊരു വലിയ ദൗർഭാഗ്യം, സങ്കടകരമായ ഒരു അവസ്ഥ. അതാണ് രാജസ്ഥാനിലെ ആളുകളോട് കോൺഗ്രസിന്റെ വിധവയെന്ന് മോദി പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞെന്താ? സങ്കര സന്തതി എന്ന്. സോണിയാഗാന്ധി ഇറ്റലിക്കാരിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ ഇന്ത്യക്കാരനാണ്, നെഹ്റു കുടുംബത്തിലെ ആളാണ്. എന്നിട്ടും പറയുകയാണ് സങ്കര സന്തതി എന്ന്. മോദിയെപ്പോൾ ആൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ? നമ്മുടെ ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കർ, അവരെ പറ്റി വളരെ മോശമായിട്ട് അദ്ദേഹം സംസാരിച്ചില്ലേ? അതൊക്കെ ഈ മുഹമ്മൈത്ര എക്സില് പങ്കുവച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത്, എന്തൊരു ഗേൾഫ്രണ്ട്, 50 കോടി രൂപയുടെ ഗേൾഫ്രണ്ടിനെ നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. അവരൊരു പൊതുപ്രവർത്തകയല്ല, പൊതു ഇടങ്ങളിൽ അവരങ്ങനെ വരാറില്ല, വരുമായിരുന്നില്ല. ആ സ്ത്രീയെ പറ്റി പറയുകയാണ് 50 കോടി രൂപയുടെ ഗേൾഫ്രണ്ട് എന്ന്. അന്ന് ശശി തരൂർ അതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുത്തു. നിങ്ങളുടെ ഭാവനയിൽ വന്ന് ഈ 50 കോടിയോ എന്തുമായിക്കൊള്ളട്ടെ, എന്റെ ഭാര്യ എനിക്ക് അതിനേക്കാൾ ഏറെ വിലമതിച്ചതായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിൽക്കാലത്ത് മോദിയുടെ കൊട്ടേഷൻ സംഘത്തിൽ ശശി തരൂർ അംഗമായി എന്നൊക്കെ ഉള്ളത് മറ്റു കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളാണ്. പക്ഷെ അന്നിങ്ങനെയാണ് സംഭവിച്ചത്. അതുപോലെ പശ്ചിമ ബംഗാളിലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തില് ബംഗാളുകാരുടെ ദീദിയായ മമതാ ബാനർജിയെ പറ്റി വളരെ മോശമായ രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുകയുണ്ടായി. വഴിവക്കത്ത് നിന്നുകൊണ്ട് കൂവി വിളിക്കുന്ന ഒരാളെന്ന മമതാ ബാനർജിയെ പറ്റി പറഞ്ഞത്. അങ്ങനെ പല പാർട്ടികളിൽപ്പെട്ട അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത പല വ്യക്തികളെയും ഇതുപോലെ മോശമായ രീതിയിൽ സംബോധന ചെയ്ത് ചരിത്രമുള്ള മോദിയാണ് ബീഹാറിലെ ഏതോ ഒരു സ്ഥലത്ത് ഒരു റാലി കഴിഞ്ഞതിന് ശേഷം ആരോ എന്തോ അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ മാതാവിനെ പറ്റിയും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നെഞ്ചത്തടിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് രാജ്യം വലിയ പ്രതിസന്ധികളെയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുക. 3-4 സംസ്ഥാനങ്ങളില്, പഞ്ചാബില്, ജമ്മു കാശ്മീരില്, ഉത്തരാഖണ്ഡില്, അതുപോലെ ഹിമാചൽ പ്രദേശില് പതിവില്ലാത്ത രീതിയിലുള്ള പ്രളയത്തെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുക. അവിടെ ജീവിതമെല്ലാം അസഹ്യമായിട്ട് നിൽക്കുകയാണ്. അന്നേരമാണ് ഇന്ന് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയ്ക്ക് ഇതിലേക്ക് അവതരിപ്പിക്കുന്നത്. സാധാരണഗതിയിലാണെ മനസ്സിലാക്കാം. ഇത് ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയ അശ്വമേധം അല്ലെങ്കിൽ ജൈത്രയാത്ര, അതിന്റെ ഗുണഫലങ്ങള് ഇല്ലാതാക്കാൻ വേണ്ടി കരുതി കൂട്ടി നടത്തുന്ന ചില പ്രയോഗങ്ങൾ. മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ പാർലമെന്റിന്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും എതിരാളികളെ കുറിച്ച് എന്തും പറയാം. നെഹ്റുവിനെ കുറിച്ച് എന്തൊക്കെയാണ് ഈ 2 നേതാക്കൾ പറഞ്ഞത്? അവർക്ക് എന്തും പറയാം. പക്ഷെ അവരെ ആരും ഒന്നും പറഞ്ഞുകൂടാ. അവർക്കാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ചരിത്രം പറയാനുമില്ല. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യത്തിന്റെ വികസനവും വളർച്ചയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ദീപ്തമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ നാട്ടുകാരുടെ മുമ്പിൽ വയ്ക്കാനൊന്നും ഇല്ലതാനും. ഉള്ളത് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബ്രിട്ടീഷ് അധികാരികൾക്ക് മാപ്പെഴുതി കൊടുത്തിട്ട് ജയിൽ മോചിതരായി എന്നുള്ളതാണ്. ആ പാർട്ടിയാണ് ഇന്നിപ്പോൾ ഏതോ ഒരു ചടങ്ങില് ഏതോ ഒരുത്തർ എന്തോ പറഞ്ഞതിന്റെ പേരില് ഇവിടെ ബീഹാറില് ബന്ദ് നടത്തുന്നത്. ഈ രാജ്യം ഭരിക്കുന്ന നേതാക്കള്, BJP-യുടെ നേതാക്കൾ ഒരു കാര്യം ഓർക്കണം. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യുന്ന ഇതൊന്നുമല്ല. അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ 3-4 സംസ്ഥാനങ്ങളിലെ പ്രത്യേക പരിസ്ഥിതി എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. പിന്നീട് വോട്ടധികാര യാത്ര ഉന്നയിച്ച പ്രശ്നങ്ങള്, വോട്ട് മോഷണം, വോട്ട് ചോരി, അങ്ങനെ വ്യാജ വോട്ടർ പട്ടിക ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കാൻ നടത്തിയ നീക്കങ്ങൾ, അതിൽ വിജയിച്ച കാര്യങ്ങള്, ഇതൊക്കെയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ അത് കേൾക്കാനാണ് ഇന്ത്യ ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. അല്ലാതെ നിങ്ങൾ ഈ ബീഹാർ ബന്ദ് നടത്തിയത് കൊണ്ടൊന്നും രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ഈ കൊടുങ്കാറ്റ് ശമിക്കും എന്ന് ആരും കരുതണ്ട.